ഉണ്ടാക്കാവുന്ന ഒരു 3 റൈത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചൂടിനൊക്കെ റൈത്ത നമുക്ക് വളരെ നല്ലതാണ്. ഇനി ഞാൻ നല്ല കട്ടത്തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ പാല് നല്ലതുപോലെ തിളപ്പിച്ച് ആറിച്ച് തൈര് ഉണ്ടാക്കി വേണം എടുക്കാൻ. തൈരിങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ പാല് കാച്ചിയാൽ നീണ്ടു കിടക്കും. നല്ല കട്ടത്തൈര് എടുക്കണം. ഇനി ഞാൻ അതിന് ഒരെണ്ണം എടുക്കാൻ പോകുന്നത് കുക്കുംബറാണ്. കുക്കുംബറൊക്കെ ഞാനൊന്ന് നല്ലതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ വേറെ ഒരെണ്ണം എടുക്കാൻ പോകുന്നത് ഉള്ളിയും ടൊമാറ്റോയും മിക്സ് ആയിട്ടുള്ളൊരു റൈത്തയാണ്. പിന്നെ ഇത് നമ്മൾ ഈ മിക്സറിനകത്തൊക്കെ ചേർക്കുന്ന ഈ കടലമാവിൻ്റെ ബോൾസാണ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വീട്ടിലാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു റൈത്ത ഉണ്ടാക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ തൈരിനകത്ത് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഒത്തിരി അടിക്കേണ്ട, റൈത്ത ആകുന്നത് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. തൈരൊന്ന് കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിച്ചിട്ട് അത്ര മതി. ഒരുപാട് നമ്മൾ ബ്ലെൻഡർ ഇട്ടൊന്നും അടിച്ചൊന്ന് കളയണ്ട. റൈത്തയ്ക്കാവുന്ന കൊണ്ട് ഇത്തിരി കട്ടത്തൈരായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. തൈരിപ്പോൾ ഇതുകൊണ്ട് ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനകത്തെല്ലാം കുറേശ്ശെ ഒഴിക്കാം. ആദ്യം നമുക്ക് ഈ റൈത്തയ്ക്കകത്ത് ഒഴിച്ചിട്ട് പിന്നെ നമ്മളൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈ ബുന്തിക്കകത്തും കുറച്ച് ഒഴിക്കാം. ടൊമാറ്റോ ഉള്ളി അരിഞ്ഞതിനകത്ത് കുറച്ച് ചേർക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഇത്തിരി മല്ലിയില ഇടുന്നുണ്ട്. ഈ ബുന്തി ഇട്ടതിനകത്ത് നമ്മൾ മല്ലിയില ചേർക്കുന്നില്ല. നമുക്ക് ഈ ഉള്ളിയും ടൊമാറ്റോയും ഇട്ടതിനകത്ത് ഇത്തിരി മല്ലിയില ചേർക്കാം. അതിനകത്ത് നമുക്കൊരു പിഞ്ച് മുളക് കൂടിയും ചേർക്കാം. ഒരുപാട് വേണ്ട, ഒരു പിഞ്ച് ഇട്ടാൽ മതി. ഞാൻ ഇച്ചിരി ജീരകം പൊടിച്ചത് ഈ കുക്കുംബർ അരിഞ്ഞതിനകത്ത് നമുക്ക് ചേർക്കാം. ബുന്തിക്കകത്ത് നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും ചേർക്കാം. അതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ മുളക് പൊടിയൊക്കെ എല്ലാവരുടെയും ആവശ്യത്തിന് ചേർത്താൽ മതി. വളരെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളിയും ടൊമാറ്റോയും അല്ലേ, ആവശ്യമനുസരിച്ച് ചേർക്കാം. ഇനി കുക്കുംബറും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ 3 തരത്തിലുള്ള റൈത്ത റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലതാണ്. നല്ല ചൂടിനൊക്കെ നമുക്ക് നല്ല തണുത്ത തൈര് ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓരോ ദിവസം നമുക്ക് ഓരോന്ന് പരീക്ഷിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.